ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനമായ ഗോവയിൽ മികച്ച പോളിംഗാണ് രേഖപ്പെടുത്തിയത്. വോട്ടെടുപ്പിന്റെ തുടക്കം മുതൽ അവസാനം വരെ പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് പ്രായഭേദമന്യേയുള്ള ആവേശത്തോടെ വോട്ടർമാർ ഒഴുകിയെത്തി. സംസ്ഥാനത്തെ 1648 പോളിംഗ് സ്റ്റേഷനുകളിലും വോട്ടെടുപ്പ് സമാധാനപരം. 40 മണ്ഡലങ്ങളിലായി 251 സ്ഥാനാർത്ഥികളുടെ വിധി 11 ലക്ഷത്തോളം വോട്ടർമാർ നിർണയിച്ചു. ഗോവയിൽ ബിജെപി ഭരണം നിലനിർത്തുമെന്ന് പനാജിയിൽ വോട്ട് ചെയ്ത ശേഷം കേന്ദ്രമന്ത്രി മനോഹർ പരീക്കർ പറഞ്ഞു. जो कहा है वो उतना ही मैं वापस रिपीट करूंगा और कुछ नहीं. ഗോവയിൽ നിന്നുള്ള കേന്ദ്ര ആയുഷ് മന്ത്രി ശ്രീപാദ് നായിക്, നിലവിലെ മുഖ്യമന്ത്രി ലക്ഷ്മികാന്ത് പർസേക്കർ എന്നിവരും രാവിലെ തന്നെ വോട്ട് ചെയ്തു. കോൺഗ്രസിൽ നിന്ന് പ്രതാപ് സിംഗ് റാണെ, ദിഗംബർ കാമത്ത് എന്നിവരുൾപ്പെടെ 4 മുൻ മുഖ്യമന്ത്രിമാരാണ് മത്സരരംഗത്തുള്ളത്. ഗോവയിൽ നിന്ന് ബിജെപിയെ ജനങ്ങൾ തൂത്തെറിയുമെന്ന് കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചു. ആം ആദ്മി പാർട്ടിയും ബിജെപി വിരുദ്ധ മുന്നണിയായ MGP GSM ശിവസേന സഖ്യവും പോളിംഗ് അവസാനിച്ചപ്പോഴും വിജയപ്രതീക്ഷയിലാണ്. ഇനി കൂട്ടലും കിഴിക്കലുമായി ഫലം വരാൻ 1 മാസത്തിലധികം നീണ്ട കാത്തിരിപ്പ്. മറ്റു സംസ്ഥാനങ്ങൾക്കൊപ്പം മാർച്ച് 11-നാണ് ഗോവയിലെയും വോട്ടെണ്ണൽ. ജയപ്രകാശ്, മാതൃഭൂമി ന്യൂസ്, പനാജി.